ഇനിയെങ്കിലും ഞാനൊരു കാര്യം LDF എന്നുള്ള സർക്കാരിനോടൊന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വന്ന വഴി മറക്കാൻ പാടില്ല. നിങ്ങളുടെ പണ്ടത്തെ ഒരു ജീവിത ശൈലിയുണ്ട്, ഞാനും അത് കണ്ടുപഠിച്ച് അതിൽ ഞാനും ഒരു ഭാഗമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പണം നിങ്ങൾ പണ്ട് ദാരിദ്ര്യം പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ്, ഇന്ന് ഏറ്റവും ധനികരാണ് കമ്മ്യൂണിസ്റ്റുകാർ, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾ താഴെക്കട കിടക്കുന്ന ആൾക്കാരെ നിങ്ങൾ അനുസരണയോടുകൂടി വളർത്തിയെടുക്കുക. അവരെ അനാവശ്യമായ മോശമായ തരത്തിൽ കൂടെ അവർക്ക് എല്ലാ LDF വന്ന എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടും, എല്ലാം ഓക്കെയാണ്, മാസവും നമ്മളൊന്നും അറിയണ്ട, എങ്ങനെ ജോലി ചെയ്യാൻ പോണ്ട എന്നുള്ളൊരു മനോഭാവത്തിലോട്ട് കൊണ്ടുവരാതെ നിങ്ങൾ നല്ല വഴി എല്ലാവർക്കും പച്ചയായിട്ട് അറിയാം. ഗൾഫിൽ നിന്ന് നിരവധി പേരെന്നെ വിളിക്കുമായിരുന്നു. ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, സത്യത്തിൽ സ്വാമി ഞങ്ങൾക്ക് ഭയപ്പാട് തോന്നുന്നു, എല്ലാവരും പറഞ്ഞവരെല്ലാം മാറ്റി പറയുന്നു, സുരേഷ് ഗോപി ജയിക്കും എന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, ഏകനായി ഞാൻ മാത്രമേ ഉള്ളൂ തീർത്തും പറയുന്നത് ജയിക്കുമെന്ന്. എന്നിട്ട് എനിക്കൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നത് LDF ഇന്ത്യയും കുറച്ച് സഹാക്കളിൽ നിന്ന് കരയുന്നത്, കാരണം ഇന്ത്യ ഇല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്ന്. എന്തിനാണ് ഈ അമിത വിശ്വാസം? എന്തിനാണ് ഇവരെന്തോ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അമിത വിശ്വാസം? കാരണം ഒന്ന് പറയാം, പണ്ട് ഇവർക്ക് മുസ്ലിം ലീഗിനെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പൊ അവര് മത തീവ്രവാദികളായ എല്ലാവരെയും കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റല്ലേ അവർ കാണിച്ചേ? എല്ലാവരെയും ഞാൻ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതീയ മതം പറയല്ല, ഒന്ന് മനസ്സിലാക്കണം. ഇപ്പം മനുഷ്യന്റെയൊക്കെ മനസ്സ്, ഇപ്പം നമ്മളെ കാണുമ്പോൾ പലരുടെയൊക്കെ മനസ്സ് നെറ്റ് ചുളിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ, നിങ്ങളുണ്ടെങ്കിലേ ഈ ഇന്ത്യ ഉള്ളൂ എന്നുള്ള അമിത വിശ്വാസം കളയണം. കാര്യം ഇനിയിപ്പോൾ വളർന്നു വരുന്ന ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർ ലഹരി ഒന്നിനും അടിമപ്പെടണമെന്നില്ല. നമ്മളിന് എന്ത് കാഴ്ച വെച്ചാലും അതൊക്കെ ഒരു തിരിച്ചടി നമുക്ക് ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായ? അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ഇത്രയൊക്കെ വർഷം ഭരിച്ചില്ലേ, ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ ഒന്ന് ഭരിച്ച് നോക്കട്ടെ, അതായിരിക്കുന്നല്ല. അല്ലെങ്കിൽ നിങ്ങളിന് ചെയ്യേണ്ട കാര്യം, ആരെ ആവശ്യമില്ലാതെ നിങ്ങൾ താഴെക്കട കിടക്കുന്ന ആൾക്കാരൊക്കെ മോശമായ സന്ദേശം കൊടുത്ത് അവരുടെ ജീവിതം അവരുടെ കുടുംബത്തെ നശിപ്പിച്ച് കളയാതെ. കാര്യം അവര് ആണല്ലോ ഇപ്പം ഈ വെറുപ്പ്, ഇത്രയും നിങ്ങൾക്ക് ഈ ഭരണകൂടത്തിന് ഇത്രയും വെറുപ്പുണ്ടായി നിങ്ങളെ താഴെക്കട കിടക്കുന്ന ആൾക്കാരുടെ പ്രവർത്തന ശൈലി, അവരുടെ പെരുമാറ്റ സംസ്കാരവും കൊണ്ടാണ്. അവരെന്തൊരു കാര്യത്തിന് അവർ ആധികാരികമായിട്ട് എന്നങ്ങ് ഇടിച്ചു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് നിങ്ങളെ ദോഷം ഉണ്ടാക്കിയത്, നിങ്ങൾക്കാണ് അതിന്റെ ദോഷം, നിങ്ങളെന്നുള്ള പാർട്ടിക്കാണ് ആ ദോഷം ഉണ്ടായത്. പിണറായി എന്ന് പറഞ്ഞ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആരെയും ഒരു കൂസാതെ അല്ലെങ്കിൽ ആരെയും ഒന്നും മൈൻഡ് ചെയ്യാതെ എല്ലാവരും അഹങ്കാര ഭാവത്തോടെ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു ഭീകര രൂപമായിട്ടാണ് അദ്ദേഹം നിലനിൽക്കുന്നത്. അങ്ങനല്ല. നമ്മളെ നയനാരെ കണ്ടുപിടിക്കണം, അച്യുതാനന്ദനെ കണ്ടുപിടിക്കണം, മനസ്സിലായില്ലേ? കർണാടനെ കണ്ടുപിടിക്കണം. ഇവരൊക്കെ നല്ല രീതിയിലല്ലേ ഭരിച്ചിരുന്നത്. അവരെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നല്ല ചിരിച്ചും പറഞ്ഞും ഒക്കെ അതൊന്ന്. ഞാൻ നയനാര് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് ഗാന്ധി പാർക്കിൽ ചെന്ന് ഞാൻ ഒരു വാക്ക് എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനൊന്നുമില്ല, ഞാൻ വാക്ക് എന്ന് ഞാൻ പറഞ്ഞ, സഹാവേ ഒരു ഉപകാരം ചെയ്യണം, ഈ ഭരണം നിങ്ങൾ തുടങ്ങിയാണ്, അപ്പം ഒരു കാര്യം ചെയ്യണം, ഈ വിദേശത്ത് കിടക്കുന്ന ഒരുപാട് പേര് ഈ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ പാർട്ടി ഇഷ്ടപ്പെടും, അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്യണം. അപ്പം എന്നോട് പറഞ്ഞ് പേരും നാളും പേരും വീടും ഒക്കെ ചോദിച്ചെല്ലാം പറഞ്ഞെടുത്ത്, അപ്പം ഇനിയിപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അങ്ങോട്ടൊന്ന് വരണം, വന്ന് നേരിൽ സംസാരിക്കാം. ഞാൻ പോയതൊന്നുമില്ല. പക്ഷേ അന്നും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് മുതൽ ഇങ്ങോട്ടൊരു 6-7 മാസം വരെയുള്ള പത്രങ്ങളിൽ നോക്കണം അദ്ദേഹം വിദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ഉപകാരം ചെയ്തെന്ന്. അതാണ് മന്ത്രി. ഇതാർക്കെങ്കിലും അറിയാമായിരുന്നോ? ഞാൻ പറയുമ്പോഴല്ലേ അറിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ പാർട്ടിയിലെ ഈ ലോകം അറിയേണ്ട ഒരു വലിയ സത്യം, ഈ പാർട്ടിയിൽ തന്നെ ആദ്യം ചിന്തിക്കേണ്ടത്, എൻ്റെ അമ്മയെ കമ്മ്യൂണിസ്റ്റുകാരിയാ, എൻ്റെ അമ്മ നിറഞ്ഞ ആശ്രാമ ശ്രീകൃഷ്ണ ഭക്തയാ. എൻ്റെ അമ്മയുടെ ഭക്തി കണ്ടാണ് എൻ്റെ അമ്മ പാർട്ടി എന്ന് പറഞ്ഞ കറതീർന്ന പാർട്ടിക്കാരിയാ. പക്ഷെ എൻ്റെ അമ്മയിൽ ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അല്ലാതെ അമ്പലത്തിൽ പോകുന്നവരെ അവഗണിക്കുക, അല്ലെങ്കിൽ അതൊന്നും അല്ല ശരി. പൊട്ടിടുന്നവരെ അതൊന്നും അല്ല ശരി. അവരെയൊക്കെ അവരുടേതായ ധർമ്മത്തെ കൂടെ പാലിച്ചുകൊണ്ട് നിങ്ങൾ പാർട്ടിയിൽ കൂടെ സഹകരിപ്പിക്കുക. എങ്ങനെയാണ് വേണ്ടുന്നത് അതറിയോ? അങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത്. എൻ്റെ അമ്മ നല്ലപോലെ ഒരു ഭക്തയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഭക്തനായി മാറി. അത് പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പാടെന്ന് മാത്രമല്ല, അത് ഞാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. കാരണം വെച്ചാൽ ഇവരെ പാർട്ടിയെ ഞാൻ അവഗണിച്ചോ പറയുന്നതല്ല. കാര്യം അവർക്ക് ഇനി നിർത്താനായിട്ട് ആളില്ല. ഇനി ആരുണ്ട് ഇവിടെ? ഒരു മുഖ്യമന്ത്രി ആവാനായിട്ടുള്ള ഒരാളെന്ന് പറയാൻ അതിനകത്തില്ല. ഇനിയിപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലേ? നമുക്ക് പിന്നെയും ഒരു കഴിവുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്താ പേര്? ശൈലജ. അവരെയും അവസാന നിമിഷം അവരെയും പിടിയിട്ട് അവരുടെ മനസ്സ് അത്ര പോരാ. കാരണം വെച്ചാൽ അവരും പെറ്റിട്ട് വളർന്നു വന്ന ഒരു ഹിന്ദു ധർമ്മത്തിലല്ലേ.
അവർ കുറച്ചൊരു പാർട്ടിക്കാരി അറിവ് വന്ന് പാർട്ടിക്കാരി ആയപ്പോഴത്തേക്ക് യോഗയ്ക്ക് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. ഇതൊക്കെയാണ് സന്ദേശം കൊടുക്കേണ്ടത്. അങ്ങനെയുള്ളവരൊന്നും ഇവിടെ കേരളം ഭരിക്കണ്ട. കാരണം വെച്ചാൽ കേരളം ഭരിക്കുന്ന പറഞ്ഞാലേ ഒരുപോലെ കണ്ട്, അല്ലാതെ ഇവിടെ മതത്തെ വളർത്തുന്നതും അല്ലാത്തതിനെ വളർത്തുന്നതും അല്ല ഇവിടെ സത്യത്തിൽ വേണ്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപോലെ കണ്ട്, ഹിന്ദുവായാലും ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും ഒരുപോലെ കണ്ട് ഒരുപോലുള്ള സ്വാതന്ത്ര്യം സ്നേഹവും കൊടുത്ത് ഒപ്പം നിർത്തുന്ന മന്ത്രിയാണ് നമുക്ക് ആവശ്യം. അല്ലാതെ ആ കണ്ട രീതിയിൽ എന്തെല്ലാം തെറ്റുകളാണ് അവർ ചെയ്തത്. ഒരു സാധാരണക്കാരനൊരു തെറ്റ് ചെയ്തെങ്കിൽ എത്ര പ്രാവശ്യം പിടിച്ചകത്തിട്ട് തന്നെ ഇവരെന്തെല്ലാം തെറ്റുകൾ ചെയ്തു ഇവിടെ, ഇല്ലേ? എന്തെല്ലാം തെറ്റ് ചെയ്ത്. ഞാനൊരു ഇതിന്റെ ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പാർട്ടിയിലുള്ളവര്, കൊല്ലത്തുള്ളവര്, തൃശ്ശൂരുകാർ ചമഞ്ഞുകൊണ്ട് എന്നെ എന്തെല്ലാം ഇത് പറഞ്ഞു. ഇതിന് ഒന്നും ചോദിക്കാനും പറയല്ലേ. ഒരു മുഖ്യമന്ത്രി ആയാള് കൊല്ലത്ത് നിൽക്കുന്ന പ്രേമേന്ദ്രനെ പരനാറിന്ന് വരെ സംബോധന ചെയ്തൊരു മുഖ്യമന്ത്രി നമുക്കുള്ളത്, ഇല്ലേ? അതൊക്കെ സംസ്കാര ശൂന്യമായിട്ടേ നമുക്കതിനെ കാണാൻ പറ്റൂ. ഒരു മന്ത്രിയായ അതിൻ്റെതായ ഒരു വിലയും നിലയും നിലനിർത്തണം. അതാ വേണ്ടുന്നത്. കുറച്ച് പോലീസുകാരെയും കൊണ്ട് ആവശ്യമില്ലാത്തതിനെല്ലാം അവരെ ഇട്ട് വലിച്ചഴിച്ച് കണ്ടറിയാത്തക്കാർക്ക് പേര് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്തിനു വെറുതെ ഇതിനൊക്കെ പോകുന്നത്? മന്ത്രി ഇങ്ങനെയാണോ? ഇതൊന്നുമല്ല. ഇനി ഇപ്പൊ അവർക്ക് മനസ്സിലായി കാണുമല്ലോ, അവർ ചെയ്തതിന്റെ ഭവിഷ്യത്തിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന്, അല്ലെ? പന്നിയൻ രവീന്ദ്രനെ പോലെ മഹാനായ മനുഷ്യൻ ഈ കൊല്ലത്ത് മുകേഷ്, ആ സമയത്ത് ഞാൻ പറയും ഇവർക്കൊക്കെ നിൽക്കാതിരുന്നൂടെ? ഇവര് കേരളത്തിന്റെ ഇലക്ഷൻ വരുമ്പോൾ നിൽക്കട്ട്. എന്തിനാണ് ഇവർ നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞ പന്നിയൻ രവീന്ദ്രൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഭരിക്കാൻ പറ്റത്തില്ല. കാര്യം ഭരിക്കാൻ തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നത് പോലെ ഇവർക്കും ചെയ്യാൻ പറ്റൂ. അതാണ് അതിന്റെ സത്യം. പക്ഷെ പുരോഗമനം അത് നമുക്ക് ആവശ്യമാണ്. മനസ്സിലല്ലേ? നമ്മളെ ട്രോൾ ചെയ്ത ടീമുകളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കൊല്ലത്തുള്ള ആരൊക്കെയാണ് എല്ലാം രേഖകൾ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനൊരു സമയം വരും തീർച്ചയായിട്ടും. അതിനകത്ത് ഇനി ഒരു മടിയും ഇല്ല. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണം. മനുഷ്യനെ വിമർശിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ആരാരെയാണ് വിമർശിക്കുന്നത്? നാളെ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു കാര്യം പരിഹരിക്കാൻ ഒരു പക്ഷെ ഞാൻ ഉണ്ടായെന്നിരിക്കും. മനസ്സിലായ? എൻ്റെ ആവശ്യം ചിലപ്പോൾ വന്നെന്നിരിക്കും. ആരാണ് നിങ്ങളെ സഹായിക്കാൻ വരാൻ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് പാർട്ടിയല്ല നമുക്കിവിടെ വളർത്തേണ്ട, മതത്തെ അല്ല നമുക്കിവിടെ വളർത്തണം. വ്യക്തികളെ വളർത്തണം, മനുഷ്യനെ വളർത്തണം, അവരെ സ്നേഹിക്കണം. അതറിയോ? ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ അവനവന്റെ മനസ്സിനെ ഒന്ന് കഴുകി ശുദ്ധിയാക്കുക. മനസ്സിലായില്ലേ? ആദ്യം നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം തന്ന ആ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തുള്ള നമ്മളെ മാനിക്കേണ്ടുന്നവരെ മാനിക്കുക. കണ്ണി തോന്നുന്നവരെയൊക്കെ ചുമ്മാതെ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവിടുത്തെ ആഭ്യന്തരത്തിന് എന്തുമാത്രം വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആഭ്യന്തരത്തിന്റെ പിടിപ്പുകേടിന്റെ ഘോഷയാത്രയല്ലേ ഇന്ന് ഈ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും, അല്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി സംസ്ഥാനങ്ങളിൽ മുഴുവനും കേന്ദ്രത്തെ ഒരൊറ്റ ആഭ്യന്തരമേ പാടുള്ളൂ. അതായിരിക്കും ശരി. എങ്കിലേ ഈ സ്റ്റേറ്റുകളെല്ലാം നന്നാവും. മനസ്സിലായി? അതുകൊണ്ട് ഈ ഇലക്ഷന് നിങ്ങൾക്കൊക്കെ ഒരു പാഠമാണ്. നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാനുള്ളൊരു അവസരവും കൂടാണ്. ആവശ്യമില്ലാതെ ഒരു എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇപ്പം ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏറ്റവും വലിയൊരു അടി കിട്ടിയത് ചന്ദ്രശേഖരന്റെ ഭാഗത്തിലൂടെ ഇവർക്ക് ഏറ്റവും വലിയ അടി കിട്ടി. അവിടെ മുതൽ ഇവർക്ക് പരാജയം. പിന്നെ അയ്യപ്പനെ തൊട്ട് കളിച്ചപ്പോഴത്തേക്ക് എല്ലാം ഡിം. അതിനുശേഷം ഇന്ന് ഇവർ ഗതി പിടിച്ചിട്ടില്ല. മനസ്സിലായ? അയ്യപ്പന്റെ ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ പതുക്കെയാണ് കൊടുക്കുന്നത്. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ല, ഒരിക്കലും കഴിയത്തില്ല. അത് ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എത്ര വ്യക്തികളുണ്ടോ ഇതിന്റെ എല്ലാ ആത്മാക്കളുടെ എല്ലാം ശിക്ഷ നിങ്ങളുടെ കുടുംബത്തിന്റെ പരമ്പരകൾ ഇത് അനുഭവിച്ച് തീരാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല.